കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വളരെയധികം പ്രതിരോധത്തിലാണ്. പ്രതിരോധത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രധാന കാരണങ്ങളാണ്. ഒന്ന്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അത്യാവശ്യ ഓപ്പറേഷനുകൾക്ക് വേണ്ട ഉപകരണങ്ങൾ, അടിസ്ഥാനപരമായിട്ടുള്ള ഉപകരണങ്ങൾ ഇല്ല എന്ന് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചപ്പോൾ ആരോഗ്യ വകുപ്പ് അപ്പാടെ ഞെട്ടി എന്നതാണ് വസ്തുത. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന മെഡിക്കൽ കോളേജ്, അവിടെ അത്യാധുനിക ഉപകരണങ്ങൾ ഇല്ല എന്ന വസ്തുത അപ്പോഴും ഉദ്യോഗസ്ഥ തലത്തിൽ പലരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞവരാരും തന്നെ അത് മിണ്ടിയിരുന്നില്ല എന്നതാണ് വസ്തുത. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. പ്രതിപക്ഷ സംഘടനകൾ അത് വലിയ പ്രതിഷേധത്തിനായി ഒരു ഉപകരണമാക്കി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാറ്റി എന്നതാണ് വസ്തുത. രണ്ടാമത്തേതാണ് ഈ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം തന്നെ തകർന്നു വീണ് ഒരാളുടെ മരണത്തിനും ഒന്ന് രണ്ട് പേർക്ക് പരിക്ക് പറ്റാനും ഉള്ള കാരണമായ സംഭവം. ഈ സംഭവത്തിൻ്റെ തുടർച്ചയായിട്ട് പ്രതിപക്ഷ കക്ഷികൾ മന്ത്രിസഭയ്ക്കെതിരെയും പിണറായിക്കെതിരെയും അതോടൊപ്പം ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന വീണ ജോർജിനെതിരെയും വലിയ പ്രതിഷേധങ്ങൾക്ക് തുടക്കമിടുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും ആരോഗ്യമേഖല എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഏറ്റവും താഴെക്കടയിൽ നിൽക്കുന്ന ജനങ്ങൾ മുതൽ ഏറ്റവും മുകളിൽ അതിസമ്പന്നരായിട്ടുള്ള ആളുകളെ വരെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഈ ആരോഗ്യമേഖല എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ പറയുന്ന മെഡിക്കൽ കോളേജ് പോലുള്ള ആശുപത്രികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അവിടെ നൽകുന്ന സംവിധാനങ്ങളെക്കുറിച്ച്, അവിടെ നൽകുന്ന മറ്റ് മരുന്നുകളെക്കുറിച്ച് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ബന്ധപ്പെടുത്തി ഒരു സമരരംഗത്തേക്ക് ആര് വന്നാലും ആ സമരങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ജനപിന്തുണ കൂടും എന്നതൊരു വസ്തുതയാണ്. ഈ കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം തകർന്ന് ഒരാൾ മരിച്ചു, ബിന്ദു എന്ന് പറയുന്ന ഒരു ലേഡി. ആ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ മരിച്ചു. അവിടെ മുതൽ അവരുടെ അടക്ക് കഴിഞ്ഞ് ആ കുടുംബത്തിന് വേണ്ട സഹായം, ആദ്യഘട്ട സഹായം എന്ന് പറഞ്ഞിട്ട് ചാണ്ടി ഉമ്മൻ 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുന്നു. സർക്കാർ അവരെ സഹായിക്കും, ആ കുടുംബത്തെ ചേർത്ത് നിർത്തും എന്ന് പറഞ്ഞു. LDFും അവരെ ചേർത്ത് നിർത്തും എന്ന് പറഞ്ഞു. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് അത് സർക്കാരിനെതിരെയുള്ള ഒരു ആയുധമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് UDFും പ്രത്യേകിച്ച് കോൺഗ്രസും അതിൻ്റെ യുവജന സംഘടനയായിട്ടുള്ള യൂത്ത് കോൺഗ്രസും ശ്രമിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ സമര കോലാഹലങ്ങൾക്കാണ് സംസ്ഥാനം ഒട്ടുക്കും അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം BJPയും ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് അവരുടേതായ രീതിയിൽ സമരവുമായിട്ട് അവരും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വീണ ജോർജിന് വലിയ പ്രതിഷേധങ്ങളെ പല ഘട്ടങ്ങളിൽ നേരിടേണ്ടി വരുന്നു. വീണ ജോർജ് കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിൽ, പല ജംഗ്ഷനുകളിലായിട്ട് വീണ ജോർജിന് കരിങ്കൊടി പ്രതിഷേധം കാണേണ്ടി വരുന്നു. വീണ ജോർജിൻ്റെ കാറ് തന്നെ ആക്രമിക്കുന്ന രീതിയിലേക്ക് എത്തി. കാറിൻ്റെ ചില്ലിൽ കരിങ്കൊടി കെട്ടിയ വടി ഉപയോഗിച്ച് അടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. സ്വാഭാവികമായിട്ടും സർക്കാരിന് വീണ ജോർജിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടി വരും. വീണ ജോർജിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പത്തനംതിട്ടയിലുള്ള വീണ ജോർജിൻ്റെ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു സമരവുമായിട്ട് കോൺഗ്രസിൻ്റെ യുവജന സംഘടനകൾ പോയി. പോലീസ് ആ സമരത്തെ നേരിട്ടു, അവരെ എല്ലാവരും അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. പക്ഷേ ഈ വിഷയം, അതായത് ഒരാളുടെ വീട്, സ്വാഭാവികമായിട്ടും അവർ വീടുകളിലേക്ക് സമരങ്ങൾ വളരെ അപൂർവമായിട്ടേ വരാറുള്ളൂ. മന്ത്രിയായാലും MLA ആയാലും ആരുടെയും വീടുകളിലേക്ക് വളരെ അപൂർവമായിട്ടേ സമരങ്ങൾ വരാറുള്ളൂ. മറിച്ച് അവർ താമസിക്കുന്ന മന്ദിരങ്ങളിലേക്കോ അവരുടെ ഓഫീസുകളിലേക്കോ അവരുടെ യാത്രകൾക്കിടയിലേക്കോ മാത്രമാണ് ഇതുവരെയുള്ള സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പത്തനംതിട്ടയിൽ വീണ ജോർജിൻ്റെ വീട്ടിലേക്ക് സമരവുമായി പോയതാണ് ഇപ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ സമരം വലിയ ചർച്ചയ്ക്ക് തുടക്കമിടുന്നു. കഴിഞ്ഞ ദിവസം DYFIയുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും പത്രസമ്മേളനം നടത്തുന്നു. അതായത് മന്ത്രിമാരുടെയോ MLAമാരുടെയോ വീടുകൾ കേന്ദ്രീകരിച്ച് വീടുകളിലേക്ക് ഒരു സമരവുമായിട്ട് യൂത്ത് കോൺഗ്രസോ അതോ മറ്റു പോഷക സംഘടനകളോ പ്രതിപക്ഷ കക്ഷികളോ ആരെങ്കിലും വരികയാണ് എങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ യുവജന സംഘടനകൾ ജനങ്ങളെ അണിനിരത്തി തയ്യാറാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം യൂത്ത് കോൺഗ്രസ് ഇനി സമരവുമായിട്ട് മന്ത്രിയുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ MLAമാരുടെ വീടിൻ്റെ മുന്നിലേക്കോ പോയി കഴിഞ്ഞാൽ നല്ല അടി കിട്ടും എന്നതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് എല്ലാവർക്കും അറിയാം. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ DYFIയും അല്ലെങ്കിൽ ഇടതുപക്ഷ യുവജന സംഘടനകളും വലതുപക്ഷ യുവജന സംഘടനകളും തമ്മിലുള്ള തെരുവ് യുദ്ധത്തിന് അധികം കാലതാമസം ഉണ്ടാകില്ല എന്നതാണ് വസ്തുത. ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഒരു സമരം നമ്മൾ കണ്ടത് നവകേരള സദസ്സുമായിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും യാത്ര ചെയ്യുന്ന ആ ബസ്സിന് മുൻപിൽ കരിങ്കൊടി പ്രതിഷേധവുമായിട്ട് പല കോണുകളിൽ നിന്ന് UDFിൻ്റെ യുവജന സംഘടനകളും ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരും ഒക്കെ വന്നപ്പോൾ കല്യാശ്ശേരിയിലാണ് ആദ്യം DYFIയുടെ പ്രവർത്തകരും ചുമട്ടുതൊഴിലാളികളും ചേർന്നിട്ട് അവരെ കൈകാര്യം ചെയ്തത്. പിന്നീട് കേരളം ഒട്ടുക്ക് ഈ പോലീസിന് പണി കുറയുന്നത് പോലെ
ഈ ഈ പറഞ്ഞ യുവജന സംഘടനകൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ വളരെ മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു എന്ന് വേണം പറയാം. നല്ല അടിയായിരുന്നു രണ്ടുപേരും തെരുവിൽ എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സമരം, അതായത് മന്ത്രിമാരുടെ വീടുകളിലേക്ക് സമരവുമായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം വരാൻ തയ്യാറാവുകയാണെങ്കിൽ തെരുവ് യുദ്ധത്തിന് അത് കാരണമാകും എന്നതാണ് വസ്തുത. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി വി.കെ. സനോജേന്ദ്ര സൂചിപ്പിച്ചത്, പ്രതിപക്ഷത്തിനും എം.എൽ.എമാരുണ്ട്, പ്രതിപക്ഷത്തിൻ്റെ എം.എൽ.എമാർക്കും വീടുകളുണ്ട്, പ്രതിപക്ഷത്തിന് ഒരു പ്രതിപക്ഷ നേതാവുണ്ട്, അദ്ദേഹത്തിനും വീടുണ്ട്, അത് മറക്കരുത് എന്ന് കൃത്യമായിട്ടുള്ളൊരു സൂചനയാണ്. അതായത് ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിയുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ എം.എൽ.എമാരുടെ വീടുകളിലേക്കോ കരിങ്കൊടി പ്രകടനവുമായിട്ട് നിങ്ങൾ വരാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ നേതാക്കന്മാർക്കും എം.എൽ.എമാർക്കും വീടുകളുണ്ട് എന്ന കാര്യം മറക്കണ്ട, അവിടെ ഞങ്ങളും കയറി മേയും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രക്കിടയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അവർക്ക് പറ്റാവുന്ന തരത്തിൽ പറ്റാവുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം കരിങ്കൊടി കാണിക്കുകയുണ്ടായി. പക്ഷേ ആ കരിങ്കൊടി കാണിക്കാനുള്ള ശ്രമങ്ങളിൽ ഒരു 90% ഇരുപക്ഷവും തമ്മിലുള്ള, അതായത് DYFI പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് എത്തുന്ന രീതിയിലാണ് ആ കരിങ്കൊടി പ്രതിഷേധങ്ങളെല്ലാം അവസാനിച്ചത് എന്നതാണ് വസ്തുത. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സിൽവർ ലൈനിൻ്റെ കുറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു സമരമായിരുന്നു. അതായത് സിൽവർ ലൈനിൻ്റെ സർവേയുമായി ബന്ധപ്പെട്ടിട്ട് വലിയ പ്രതിഷേധങ്ങൾ കേരളത്തിലുണ്ടായി. അത് പ്രതിപക്ഷ സംഘടനകൾ തന്നെ സിൽവർ ലൈനിൻ്റെ മഞ്ഞ കുറ്റി സ്ഥാപിച്ച സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആ കുറ്റി പറിച്ച്, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വേറെ കുറേ പോസ്റ്റുകൾ സ്ഥാപിച്ചത് അതെല്ലാം പറിച്ചെടുത്ത് കായലിലും കടലിലും ഒക്കെ എറിയാൻ വേണ്ടി കൊണ്ടുപോകുന്ന കാഴ്ചകൾ കണ്ടു. വലിയ പ്രതിഷേധത്തിന് തുടക്കമിട്ടൊരു കാര്യമാണ്. ആ പ്രതിഷേധങ്ങളെല്ലാം ആളിക്കത്തിയ സമയത്ത് ഒരു ഇടതുപക്ഷ MLA തന്നെ നിയമസഭയ്ക്കകത്ത് പറഞ്ഞു, കുറ്റി പറിച്ചാൽ അടി കിട്ടും എന്ന കാര്യം നിങ്ങൾ മറക്കണ്ട എന്ന രീതിയിൽ. നിയമസഭയ്ക്കകത്താണ് ഈ പ്രതിഷേധത്തിന് തിരിച്ചടി ഉണ്ടാകും എന്നത് ഓർക്കണം എന്ന രീതിയിലുള്ള ഒരു പരാമർശം ഒരു MLAയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും പിന്നീട് വലിയ പ്രതിഷേധങ്ങൾ കേരളം നമ്മൾ കണ്ടതാണ്. കുറ്റി പറിക്കാൻ ചെല്ലുന്നവരും കുറ്റി കുഴിച്ചിടാൻ ചെല്ലുന്നവരും എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരും തർക്കവും തല്ലിലേക്കും അത് കലാശിക്കുന്നൊരു കാഴ്ച. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇതുവരെയുള്ള കാലഘട്ടങ്ങളിലൊന്നും സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടിട്ട് ഇരു സംഘടനകളും ഇരു മുന്നണികളും വലിയ തോതിലുള്ള ഇടപെടലുകളോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളോ കയ്യാങ്കളിയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യ മേഖലയിലെ വലിയ പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് പ്രതിഷേധങ്ങൾക്ക് തയ്യാറാകുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഒരു ഊർജം കോൺഗ്രസിൻ്റെ യുവജന സംഘടനകൾക്കും UDFൻ്റെ മറ്റ് യുവജന പോഷക സംഘടനകൾക്കും എല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട്. അത് അവർ ഈ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി, അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുള്ള ഈ അപകടം ചൂണ്ടിക്കാണിച്ച് മരണവുമെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെരുവിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് അവർക്ക് വലിയ ഊർജം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തെരുവ് യുദ്ധം അധികം വൈകാതെ ആരംഭിക്കും എന്ന് വേണം നമ്മൾ പറയാൻ. കാരണം പ്രതിഷേധവുമായിട്ട് UDFൻ്റെ യുവജന സംഘടനകൾ പോകുന്നു. അതിനെ പ്രതിരോധ കോട്ട തീർക്കാൻ LDFൻ്റെ യുവജന സംഘടനകൾ, പ്രത്യേകിച്ച് DYFയും കൂടെ തയ്യാറായി കഴിഞ്ഞാൽ കേരളത്തിൽ പുതുതായിട്ട് ചുമതല ഏറ്റെടുത്ത DGPക്ക് കുറച്ച് പണി കൂടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.